ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവർക്ക് എൻ്റെ പട്ടികൾക്ക് ഞാൻ കോഴിയുടെ കാല് മേടിക്കുന്ന അതെങ്ങനെ ക്ലീൻ ചെയ്യുന്ന അതെങ്ങനെ ഇവർക്ക് കൊടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഒരു 50 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കാല് കിട്ടും. ചിലപ്പോൾ 70 രൂപ മേടിക്കും, ചിലപ്പോൾ 50 രൂപ മേടിക്കും. അപ്പോൾ ഇതിപ്പോൾ കിട്ടത്തില്ല. ഇതിപ്പോൾ നമ്മൾ പോയാലും നമുക്ക് ആൾക്കാർ കൊണ്ടുപോയി എന്നൊക്കെ പറയും. ഇപ്പം നമ്മൾ സൺഡേ ഒക്കെ ഇത് ഇറച്ചിയോ ഇതൊക്കെ കോഴിയോ പോത്തൊക്കെ മേടിക്കാൻ പോകുമ്പം നമ്മൾ ഓൾറെഡി ഇവർക്ക് പൈസ കൊടുത്തിട്ട് വരും. അപ്പോൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ അവർ 2-3 ദിവസത്തെ ഒരു ഫ്രീസറിൽ അവിടുത്തെ ഒരാൾ എടുത്തു വെക്കും. എന്നിട്ടാണ് അയാൾ നമുക്ക് വിളിക്കും, കോഴിയുടെ എല്ലാം ആയിട്ടുണ്ട് വരാൻ പറയും. അങ്ങനെയാണ് ഇപ്പോൾ പോയി മേടിക്കുന്നത് കേട്ടോ. അപ്പം 50 രൂപയൊക്കെ ചിലപ്പോൾ ഉള്ളൂ. ചിലപ്പം ഇതാകുമ്പോൾ വില കൂടുന്ന സമയത്ത് ആ പുള്ളി 20 രൂപയൊക്കെ കൂടുതൽ ചോദിക്കും. അങ്ങനെയാണ് ഇപ്പോൾ അത് മേടിച്ചിട്ട് വരുന്നത്. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇവർക്ക് കൊടുക്കുകയുള്ളൂ കേട്ടോ. ആദ്യം ഇവർക്ക് ഒത്തിരി കൊടുക്കുമായിരുന്നു, പക്ഷേ ഇവർക്ക് വയറിനത് ഇങ്ങനെ എപ്പോഴും കൊടുക്കുമ്പോൾ അവർക്ക് വയറിനത് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഇതിനെ ഞാൻ 2 ഭാഗമാക്കും. പകുതി ഫ്രീസറിൽ വെക്കും, പകുതി ഞാൻ ഇവർക്ക് കറി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിനെ 2 പ്രാവശ്യം കഴുകിയെടുക്കും. വെച്ചാൽ ഇതിൻ്റെ മണ്ണും ഒരു മൊത്തത്തിൽ ഒരു വൃത്തികേടായ ഒരു ഇതിലാണ് നമുക്കിത് കിട്ടുന്നത്. പക്ഷെ കോഴിയല്ലേ, അതിൻ്റെ ആ കൂട്ടിലിങ്ങനെ നിൽക്കുന്ന ആ ഒരു ഇതിൽ അങ്ങനെ കിട്ടുന്നത് കൊണ്ട് ഇതിനെ ഒന്ന് കഴുകുക. ആദ്യം തന്നെ നമ്മളൊന്ന് കഴുകിയെടുക്കുക. എന്നിട്ടാണ് ഞാനിതിനെ കട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാവരും എന്നോട് പറയും നഖം മാത്രം കളഞ്ഞാൽ മതി, ബാക്കി അങ്ങനെ കൊടുക്കാമെന്ന്. എനിക്കത് ഭയങ്കര ഒരു ഇതാണ്. കാരണം ഈ കോഴി ഇങ്ങനെ നിന്നിട്ട് ഇതിൻ്റെ ഈ നഖത്തിൻ്റെയും അതിൻ്റെ ആ സെൻട്രൽ ഭാഗത്ത് ഭയങ്കര ഫംഗസ് പോലെയൊക്കെ ബാക്ടീരിയ ഒക്കെ പോലെ ഇരിക്കും. എനിക്കതൊരു മനസ്സിനൊരു മടുപ്പാണ്. അത് അവർക്ക് കൊടുക്കാൻ അത് എത്ര ക്ലീൻ ചെയ്താലും എനിക്കത് വൃത്തിയായെന്ന് തോന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റും. ഞാൻ ആ ഒരു എല്ല് കഷ്ണം മാത്രമേ എങ്ങനെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ പത്തിക്ക് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി. ഇപ്പുറത്തെ സൈഡ് ചിലപ്പോൾ തൂവലൊക്കെ കാണും, ഇച്ചിരിയൊക്കെ. അത് നമ്മൾ ആ ഭാഗം കൂടെ കട്ട് ചെയ്തിട്ട് ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതിനെ ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ഈ അരിപ്പ പാത്രമാണ് എടുക്കുന്നത്. പിടുത്തമുള്ള പാത്രം, നമുക്കൊരു തരിതിരിപ്പുള്ള ഒരു പാത്രം എടുക്കുന്നത്. ഞാനൊരു കുറേശ്ശെ എടുക്കും. എന്നിട്ട് ഞാനതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഞാനിതിനെ നല്ലപോലെ ഇങ്ങനെ നമ്മൾ മീനൊക്കെ ഉരയ്ക്കത്തില്ല അതുപോലെ ഞാൻ ഉരച്ചെടുക്കും. അപ്പോഴാണ് ഇതിൻ്റെ ആ മുകളിൽ അതിനകത്ത് മണ്ണുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പട്ടിയെ കൊടുക്കാമെന്ന് പറഞ്ഞാലും അവരുടെ വയറ്റിനും പിടിക്കണ്ടേ. അപ്പോൾ എന്തെങ്കിലും അഴുക്കുകളുണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് അവർക്ക് ഇതാവും. അതുകൊണ്ട് ഞാൻ അത് നല്ലപോലെ ഉരച്ച് എടുത്തിട്ടാണ് ഞാനിതിനെ പിന്നെ നല്ലപോലെ നല്ലപോലെ കഴുകി എടുക്കും. അങ്ങനെ എടുത്തിട്ട് ഞാനിതിനകത്തോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാൻ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കും. പിന്നെ ഇവർക്ക് ചിക്കൻ മസാലയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനതിന് ഇച്ചിരി ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇവർക്ക് ഇത് വെന്തെടുത്തിട്ട് ഞാനിതിനെ പപ്പാതിയാക്കും. ഉച്ചയ്ക്ക് പകുതിയും ഉച്ചയ്ക്ക് രാത്രിക്ക് പകുതി ഞാൻ എടുക്കും. അങ്ങനെ ഇവർക്ക് ഞാനപ്പോൾ ആ കാല് ഞാനിങ്ങനെ ചിലവർ ഇതിനെ ചെറുതാക്കി കൊത്തി എടുക്കും കേട്ടോ. ഞാനങ്ങനെ എടുക്കില്ല. കാരണം പറയാം, ഇവർക്ക് വലിയ എല്ലിൻ്റെ കഷ്ണം ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് കഴിക്കാനായിട്ട്. നമ്മൾ ഈ ചെറുത് കൊടുത്താൽ ജിമ്മിയൊക്കെ എന്ത് ചെയ്താൽ ആ ചെറുതൊക്കെ ഇങ്ങനെ മാറ്റി മറ്റൊരു സൈഡിൽ കൊണ്ടുവെക്കും. വലുത് ചോദിക്കും, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വലുത് കടിക്കാനായിട്ട്. അപ്പം ഞാൻ ഈ എല്ലിനെ ഞാൻ കൊത്താറില്ല. ഞാൻ ഇതിനെ വെന്ത് കഴിയുമ്പോൾ ഞാനിത് കൈകൊണ്ട് ഞാനിതിൻ്റെ ആ മാംസവും തൊലിയും കൂടെ അങ്ങ് തള്ളി മാറ്റും. എന്നിട്ട് എല്ല് മാറ്റും. എന്നിട്ടാണ് ഈ ഇതിനകത്തോട്ട് ചോറ് ഞാൻ ഇവർക്ക് ആവശ്യത്തിനുള്ള ചോറ് ഞാൻ എന്നും കൊടുക്കുന്നതുകൊണ്ട് എനിക്കൊരളവ് അറിയാം. അപ്പോൾ ഞാൻ ആ ചോറും കൂടെ ഇട്ടിട്ട് ഞാൻ ഈ ബാക്കിയുള്ളതിനും അതിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ കാണുമല്ലോ അതെല്ലാം കൂടി കുഴച്ചെടുക്കും. എന്നിട്ട് ഇവരെ 4 പാത്രത്തിലാക്കിയിട്ട് ഇവരുടെ ചോറിൻ്റെ മുകളിൽ ഞാനിങ്ങനെ 4-5 എല്ല് എത്ര ഉണ്ടെങ്കിൽ അതിനെ അവർക്ക് പങ്കുവെച്ച് ഞാൻ എല്ലാവരുടെ ഇതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ഇവർക്ക് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവർക്ക് 4 പേരുടെ ഇതിലും പാത്രത്തിലായി ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഫുഡ് കൊടുക്കാൻ പോകുമ്പം സാധാരണ പട്ടികൾ ഫുഡ് പാത്രം കണ്ടാൽ ചാടി വരുന്നു. ഇതിൽ ഒരെണ്ണം മാത്രമേ വരുള്ളൂ. അത് ഫുഡ് കഴിക്കാൻ വരുന്നതല്ല, അത് എന്നെ കാണുമ്പോൾ അത് ചാടി ഇറങ്ങും. അതിനെപ്പോഴും അവൾക്ക് എപ്പോഴും കൊഞ്ചണം. നമ്മളെപ്പോഴും ഒന്ന് പോയി ഒന്ന് പിടിക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യണം. അതിനവൾ ചാടി വരുന്നത്. പിന്നെയുള്ള 3 പേരെ നമ്മൾ ക്ഷണിക്കണം. വെച്ചാൽ മുത്തേ പൊന്നെ വാടാ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഭയങ്കര സ്നേഹമായിട്ട് ക്ഷണിച്ചാൽ മാത്രമേ ഇവർ ഇറങ്ങി വരുള്ളൂ കേട്ടോ. അതിൽ ഒരാളെ മാത്രം വിളിച്ചാൽ ആ വിളിച്ച ആൾ വരും, 2 പേര് അവിടെ ഇരിക്കും. അവരെ വിളിച്ചില്ലല്ലോ. അങ്ങനെ വിളിച്ചിട്ടാണ് ഞാൻ ഇവരെ കൊണ്ടുവരുന്നത്. ഭയങ്കര ഗമയാണ് ഇവർക്കൊക്കെ. അവർക്ക് എപ്പോഴും അവരെ 4 പേരുള്ളത് കൊണ്ട് ഒരാളെ ഇത് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം. അവർക്ക് എപ്പോഴും 4 പേര് ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ വിളിച്ചാലും ഞാൻ 4 പേരെയും ഇങ്ങനെ തടവിയിട്ടും ഉമ്മയൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് ഞാൻ വരുന്നത് കേട്ടോ. അവർക്ക് അങ്ങനെ വേണം, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച്
എല്ലൊക്കെ ആദ്യം കഴിക്കും. അത് കഴിച്ചിട്ട് അവർക്ക് ഞാൻ കൊടുത്ത അതൊരു കറക്റ്റ് അളവാണ്. അതിൽ ഇച്ചിരി ചോറ് ഇങ്ങനെ ബാക്കി വെക്കുന്നേ ഉള്ളൂ. ഈ ബാലൻസ് ഇതാണ്. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിലാരെങ്കിലും ജിമ്മിയാണ് കറുപ്പ് കളറുള്ളൂല്ല, അവൾ ജിമ്മുമാണ് ഇതിൻ്റെ ബാലൻസ് ഒക്കെ വന്നിട്ട് അവൾ മറ്റേ പാത്രത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇവൾ എത്തിക്കുത്തുമ്പോൾ അറിയാം. അപ്പോൾ ഞാനത് തട്ടി അവൾക്ക് പാത്രം അവളുടെ അടുത്തോട്ട് മാറ്റി കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇന്നിപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ട്, ഇച്ചിരി അവൾ മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. അത് പിന്നെ കഴിച്ചോളൂ അവർ. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പട്ടിക്ക് കോഴിയുടെ കാല് കിട്ടുവാണെങ്കിൽ കൊടുക്കുന്നത്. ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ ഇതിനൊക്കെ ആദ്യം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എനിക്കൊരു വിഷമമാണ് എനിക്കത് കൈ കൊണ്ടൊക്കെ ചെയ്യുന്ന ഗ്ലൗസൊക്കെ ഇട്ടൊക്കെ ചെയ്യും. എനിക്ക് ആ ഗ്ലൗസൊക്കെ ഇട്ടൊന്നും പണിയെടുക്കാൻ എനിക്ക് അത്രയ്ക്ക് ഇതില്ല. എനിക്കത് ചെയ്ത പോലെ തോന്നില്ല. അതുകൊണ്ട് ഞാനതിങ്ങനെ ഉപയോഗിക്കാറില്ല. ഇവിടെ ആരും അത് തൊടില്ല കേട്ടോ. ഈ കോഴിക്കാലാണെങ്കിൽ ആരും ഇത് കുഴച്ച് കൊടുക്കാൻ പറഞ്ഞാൽ ആരും കൊടുക്കില്ല. അവർക്കൊക്കെ ഒരു മടുപ്പാണ്. പിന്നെ എനിക്ക് ഇവരോടുള്ള സ്നേഹം കൊണ്ടും ഇതൊക്കെ ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല. ഞാനിത് ക്ലീൻ ചെയ്യാനും ചെയ്ത് കൊടുക്കാനും എനിക്കൊരു മടിയുമില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ പട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ കോഴിക്കാല് കിട്ടുവാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങളും ഇതുപോലെയൊക്കെയാണോ ചെയ്യുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.